കണ്ണീരാറ്റും കാറ്റാ ചാരത്തെത്തുന്നാരെ നീളും വഴി നീളെ നീറും വേനൽ ചൂടിൽ മാറിത്തണുപ്പേകെ കാവൽ നിൽക്കും സ്നേഹം തീരത്തേതോ നാളെ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞിന്നു വെള്ളിത്തേര് മിന്നിൽ പോരും മേഘത്തെല്ലാം പൊഴിയാതെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തേത് എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗാണ്. സൺഡേ വ്ളോഗ് ആകുമ്പം ഓഫ് കോഴ്സ് അറിയാമല്ലോ, നമുക്ക് ആകെ കിട്ടുന്ന ഒരു വീക്കെൻഡാണ്. വീക്കെൻഡ് എന്ന് പറയാനില്ല, നമ്മളൊരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു ദിവസം ഞാൻ അതാണ്ട് മഴയൊന്നും കണക്കിലാക്കാതെ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം കറൻ്റ്ലി ഉള്ളത് വെള്ളയണി കല്ലിയൂർ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ടേ ഒരേ മഴ. അപ്പോൾ വീട്ടിൽ ഇരിക്കണമെന്നും ഉണ്ട്, എന്നാൽ ആകെ കിട്ടുന്നൊരു വീക്കെൻഡ് അല്ലേ, എങ്ങനെ വീട്ടിൽ ഇരിക്കുക എന്നുള്ളൊരു മൈൻഡും അങ്ങനത്തെ ഒരു ഡബിൾ മൈൻഡായിപ്പോയി. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങി. ഇപ്പോഴത്തെ കറൻ്റ് അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. അത്യാവശ്യം നല്ലോണം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഒരേ നിൽക്കാതെ തന്നെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഇല്ല. ഓക്കെ, എനിവേ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. റെയിൻ കോട്ടും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് ഈ റൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വെള്ളയണി ഭാഗത്തേക്കാണ് കേട്ടോ. വെള്ളയണി നമ്മുടെ കായലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒക്കെ കാണാനുണ്ടാകുമെന്ന് പ്രതീക്ഷ തന്നെയാണ് പോകുന്നത്. എനിവേ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഞാൻ പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല, വന്നിട്ട് തന്നെ വർഷങ്ങളായി. ഓ മാൻ, ഇത് പഴയ പാലം. ഇവിടെ ഇപ്പോൾ പൊളിച്ച് പണിയാണ് കേട്ടോ. പുതിയ പാലത്തിൻ്റെ പണി കിടക്കുകയാണ്. ആൻഡ് കായലൊന്നും കാണാനായിട്ടൊന്നും പറ്റുന്നില്ല, രണ്ട് സൈഡ് ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് നമ്മൾ ഈ മാപ്പിൽ കണ്ടതുപോലെ, മാപ്പ് കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ മാപ്പിൽ കാണുന്ന പോലെ നമ്മുടെ ഏതാണ്ടൊരു സെൻട്രൽ പോർഷനിലായിട്ടാണ് നമ്മൾ വന്ന് കയറിയത് കേട്ടോ. ഇടത് സൈഡിൽ കായൽ കാണുന്നുണ്ട്, റൈറ്റ് സൈഡും കായൽ. ആക്ച്വലി ഇതൊരു പഴയൊരു ബ്രിഡ്ജായിരുന്നു കേട്ടോ. നമുക്ക് രണ്ട് കരയുണ്ട്. ഒന്ന് സൺറൈസ് പോയിൻറ്റും പിന്നെ നോർമലി ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വരുന്ന വേറൊരു പോയിൻ്റ് ഇവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാം, കാരണം ഇവിടെ നിന്നാലും വലിയൊരു ഗുമ്മില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് അതിൽ ആ സൈഡിലാണ് വരുന്നത്. അതായത് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി അപ്പുറത്ത് വരണം. അതുപോലെ ഇവിടെ നിന്ന് കറങ്ങി ആ സൈഡിലും വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് സൺറൈസ് പോയിൻ്റാണ്, പമ്പ് ഹൗസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ ഇതൊരു മൺസൂൺ റൈഡായി മാറിയിരിക്കുകയാണ്. അപ്പോൾ മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ അവർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെമ്പററി ക്ലോസ്ഡ് ആയിട്ടാണ്. അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നൗ ഇറ്റ്സ് ക്ലിയർ, കാരണം പാലത്തിൻ്റെ പണികളൊക്കെയാണ്. ഓക്കെ, ഇത് ആക്ച്വലി നല്ലൊരു സ്പോട്ടായിരുന്നു. ഈ മഴ നല്ലോണം പെയ്യുന്ന ഒരു സമയത്ത് ഈ പോകുന്ന നമ്മുടെ ഓൾറെഡി ഒരു ബ്രിഡ്ജുണ്ട് ചെറിയത്. ഓക്കെ, അതിലേ കൂടി ഇങ്ങനെ വാട്ടർ ഓവർഫ്ലോ ആയിട്ട് ഇപ്പുറമായിട്ടൊക്കെ കണക്റ്റ് ആയി കിടക്കുന്ന ഒരു ടൈമുണ്ട് കേട്ടോ. അത് റീൽസിലൊക്കെ ഒരുപാട് വന്നതൊക്കെയാണ്. അപ്പോൾ മഴ സമയത്ത് ഇവർക്കിത് ഈ ബ്രിഡ്ജ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാം, പക്ഷേ ഈ ഒരു ഡേഞ്ചറിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ടാണ് ഇപ്പോൾ അവർ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇപ്പം ബ്രിഡ്ജായിട്ട് തന്നെ പണിയുകയാണ്. ഓക്കെ, ഇതാ വെള്ളയണി അഗ്രികൾച്ചർ കാർഷിക കോളേജാണ് കേട്ടോ ഇവിടുത്തെ വെള്ളയണി കോളേജ്. ഇപ്പോൾ 2 പോയിൻ്റ് ഉണ്ട് ഇവിടെ. നമുക്കിപ്പോൾ കറൻ്റ് പോകാൻ പറ്റുന്ന 2 പോയിന്റിൽ നമുക്ക് പോവാം. ഇതിപ്പോൾ വെള്ളയണി കാർഷിക കോളേജ്,
ഇവിടെ നിന്നൊരു വഴി ഇങ്ങനെ കട്ട് ചെയ്യും, കണ്ടില്ലേ ഈ ഒരു വഴി. അപ്പോൾ ഇതുവഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ബണ്ട് റോഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കറൻറ്റ്ലി ബണ്ട് റോഡ് പോകുന്നില്ല, നമുക്ക് അപ്പുറത്ത് പോയി വന്നിട്ട് ബണ്ട് റോഡ് വരാം. ഓക്കെ, അപ്പോൾ കറൻറ്റ്ലി ഇതാ പൂങ്കുളം ജംഗ്ഷൻ എത്തി കേട്ടോ. അപ്പം ഇവിടെ ഒരു ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട്. ഇവിടെ നിന്നുള്ള എക്സാക്റ്റുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. കാരണം ആക്ച്വലി എനിക്കിവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ ഒരുപാട് തവണ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ വഴിയൊക്കെ പരിചയം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ഏതാണ്ടൊരു എനിക്ക് വന്ന് പൂങ്കുളം ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ടൊരു 1 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, കണ്ടെന്ന് അറിയില്ല. ഈ ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് രത്നഗിരി ഓയിൽ മില്ലെന്ന് പറഞ്ഞിട്ടൊരു KK റോഡ് ഉണ്ട്, കാവിൻപുറം എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ബോർഡ്. ആ വഴി ലെഫ്റ്റിലേക്ക് നമ്മൾ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വഴി ഇത്തിരി മോശമാണ്. അപ്പോൾ ഈ റോഡ് തന്നെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങ് വരണം കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലെഫ്റ്റ് ഡീവിയേഷൻ എടുത്തടുത്തുനിന്ന് ഏതാണ്ടൊരു 1.5-2 കിലോമീറ്ററോളം ഇങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പമ്പ് ഹൗസ് ഒരെണ്ണമുണ്ട്, കണ്ടില്ലേ. ഇവിടെയൊക്കെ അത്യാവശ്യം കാടൊക്കെ കയറി കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞ് നടന്നിറങ്ങുമ്പോഴായിരിക്കും കായലാണ് കേട്ടോ. അത് കാണുമ്പോൾ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല കേട്ടോ. ചതുപ്പല്ല, കായൽ തന്നെയാണ്, കായലിൻ്റെ ഭാഗം തന്നെയാണ്, കണ്ടില്ലേ. നമ്മുടെ പറഞ്ഞൊരു ടൂറിസ്റ്റ് സ്പോട്ടെന്ന് പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ നല്ല വൈബുള്ളൊരു റോഡാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ എല്ലാം കായലും കളകളെല്ലാം കയറി, കുളവാഴ കാര്യങ്ങളൊക്കെ കയറി കിടപ്പുണ്ട്. ശരിക്കും ഈ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ ഈ സംഭവം തന്നെയാണ് ഈ സൈഡിലും ഉള്ളത്. പക്ഷേ നമുക്കത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അറിയാൻ പറ്റാത്തതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം വണ്ടി നിർത്താം. പഴയ വൈബുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈബുണ്ട് കേട്ടോ. ഇനി നമുക്കിനി ബണ്ട് റോഡിലേക്ക് പോവാം. ഞാൻ വന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പോയെന്ന് തോന്നുന്നു. ഇവിടെ നോക്കിയ ഒരു ഐലൻഡ് പോലെ സംഗതി കൊള്ളാമല്ല. ഒരു ഐലൻഡ് പോലെ ഉണ്ട് കേട്ടോ. മീൻ വല്ലതും ഉണ്ടോ? ആ, അപ്പുറത്ത് കൊത്തുന്നില്ലേ? ചെറുതല്ലേ.
ഇത് കുറേ നാളായി ഇങ്ങനെ കളയൊക്കെ കയറി കിടന്നിട്ട്. കുളവാഴ കുറേ ആയല്ലേ ഇവിടെ ശരിക്കുമായി. നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാം എന്താണ് പരിപാടിയെന്ന്. അത്യാവശ്യം നല്ല മഴ തന്നെ പെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കിട്ടിയത് കളഞ്ഞോ? അവിടെ മനസ്സിലായില്ല. ആ ഓ ഓ ഓ. ഓക്കെ, ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് അടുത്ത ബണ്ട് റോഡിലേക്ക് പോവാം. ബൈ. ഓക്കെ, അപ്പം നമ്മളിതാ പൂങ്കുളം ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പൂങ്കുളം. അപ്പോൾ പൂങ്കുളത്തിൽ നിന്ന് നമ്മൾ കാർഷിക കോളേജ്, അഗ്രികൾച്ചർ കോളേജ് പോകുന്ന ആ ഒരു വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പോകുന്നത് ബണ്ട് റോഡിലേക്കാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ കിരീടം ഫിലിമിലുള്ള ആ ഒരു പാലവും കാര്യങ്ങളും, അപ്പോൾ അവിടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ കൂടുതലും കിരീടം പാലം എന്നുള്ളതല്ല ഫേമസ്, ഇവിടെ ബണ്ട് റോഡ് എന്നുള്ള കാര്യത്തിലാണ്. പിന്നെ പുഞ്ചക്കരി ആ ഒരു പ്ലേസ് നെയിം വെച്ചിട്ടൊക്കെയാണ് ഇവിടെ ഫേമസ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പോകേണ്ട വഴി ഇതാ, കാർഷിക കോളേജ് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റിലേക്ക് വിട്ട വഴി ഇങ്ങനെ തിരിയും. ഓ മാൻ, ഈ വഴി കുറച്ചങ്ങ് ഉള്ളിലേക്ക് പോകണം കേട്ടോ. ആ ഒരു ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്നത് നമ്മൾ കോവളവും. ഇപ്പം നമുക്ക് പോകേണ്ട ഈ റൈറ്റ് വഴിയാണ് കേട്ടോ, ബണ്ട് റോഡ്. ഇവിടുന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ബണ്ട് റോഡിൻ്റെ ഇപ്പർ സൈഡിൽ വരാം. അപ്പർ സൈഡ് വരെ എളുപ്പം കരമന ആ ഭാഗത്തുനിന്ന് വെള്ളയണി കട്ട് ചെയ്ത് വരുന്നതാണ്, അത് എളുപ്പം. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതാണ് മെയിൻ വഴി. ഓക്കെ, ഇപ്പോൾ വഴിയുടെ അവസ്ഥയൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ വരെ ഉള്ളൂ റോഡ്. ഇനി അങ്ങോട്ട് നമ്മുടെ ഓഫ് റോഡ് പരിപാടിയാണ് കേട്ടോ. മഴ ഇപ്പോൾ പെയ്യുന്ന മഴയിൽ എക്സൈറ്റഡ് ആണ്. സംഭവം വേറൊന്നും കൊണ്ടല്ല,
ഇത് മഴ ശക്തിയാവുകയോ കുറയുകയോ നിൽക്കുകയോ അങ്ങനെയൊന്നുമില്ല, ഒരേ കണക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊന്ന് കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഇങ്ങനെ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടൊരു ബോറിംഗ് ഇല്ല, പിന്നെ അൺപ്രഡിക്റ്റബിൾ ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇവിടെ ബൺ റോഡ് ഇവിടെ ഒന്നും ടാർ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അവിടെ അങ്ങ് ഈ പമ്പ് ഹൗസ് കഴിഞ്ഞിട്ടൊരു പാലമുണ്ട് കേട്ടോ, ആ ഭാഗത്ത് എന്താണ് അവിടെ നിന്ന് അങ്ങോട്ട് ടാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ പഴയതുപോലെ തന്നെയാണ്, പഴയ നമ്മളെ നൊസ്റ്റാൾജിക്കായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഹായ്. അയ്യോ, ഇവിടെ കണ്ടില്ലേ ഒരു പമ്പ് ഹൗസ്. നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം കുറച്ച് നേരം. എല്ലാം കിട്ടിയായിരുന്നാ? കുറേ നേരമായോ നിങ്ങൾ വന്നിട്ട്? കിട്ടിയാന്ന് ചോദിച്ചാ നിങ്ങൾ എന്താ മാവാണോ വയ്ക്കുന്നത്? കുറച്ച് മൈദമാവ് തട്ടി മൈദ മൊത്തം തട്ടിക്കോ, എന്നിട്ട് അവിടെ നിന്ന് മൈദയും കൂടി കാണിച്ചു. കണ്ടില്ല ഇവിടെ ആ മീനെല്ലാം കിടന്ന് ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ ഇത് വേണ്ടല്ലോ. അയ്യോ പാവം. ഒരു പമ്പ് ഹൗസ് ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ യൂസ് ചെയ്യുന്നേ ഇല്ല കേട്ടോ, അല്ല പഴയ ജനറേറ്റേഴ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ഈ ദിവസം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അൺഎക്സ്പെക്റ്റഡായിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് അങ്ങോട്ട് ആ ഒരു ടൈം ഫ്രെയിമിലേക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ വന്നതാണ് ഞാൻ. ഇത്രയൊക്കെ കിട്ടിയില്ല നമ്മുടെ നേച്ചറിൻ്റെ ഭാഗമായിട്ട്. Bro, can you smile?
ഈ സൈഡൊക്കെ പച്ചപ്പ് കണ്ടില്ല. ഇവിടെ വേറൊരു ഹൈലൈറ്റ് കൂടെ ഉണ്ട്, പറയാനായിട്ട് വിട്ടുപോയി. ഇവിടെ നമുക്ക് ബേർഡ് വാച്ചിങ്ങിന് പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഈ വെള്ളേണി, ഈ ബൺ റോഡ്. കാരണം ഇവിടെ ഒരുപാട് റെയർ ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് ബേർഡ്സൊക്കെ മോർണിംഗ് ടൈമിൽ വരുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളിത് ആ പുഞ്ചക്കരിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഡീവിയേഷൻ കൂടെ ഒന്ന് എടുത്ത് നോക്കാം. അതാ സമയം ഓൾമോസ്റ്റ് ഒരു 6:15 6:30 ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഐ ആം ഹിയർ. എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടും ഇത്രയും അകത്തായിട്ടൊക്കെ ഇറങ്ങി നോക്കുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ്. നമ്മുടെ വണ്ടിക്കുട്ടൻ അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ബൺ റോഡ് കേട്ടോ. നോക്കിയേ ആ മരം നിൽക്കുന്ന നോക്കിയേ. ആ മരം നോക്കിയേ, സെൻറ്ററിലൊരെണ്ണം കറക്റ്റായിട്ട് നിൽപ്പുണ്ട്. അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ലാതെ നിൽക്കുകയാണ്. ഒറ്റയ്ക്കാവും നോവിൽ വാടിത്തളരുമ്പോൾ കണ്ണീരാറ്റും കാറ്റാ ചാരത്തെത്തുന്നാരെ നീളും വഴി നീളെ നീറും വേനൽ ചൂടിൽ മാറിത്തണുപ്പേകെ കാവൽ നിൽക്കും സ്നേഹം തീരത്തേതോ നാളെ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞിന്നു വെള്ളിത്തേര് മിന്നിൽ പോരും മേഘത്തെല്ലാം പൊഴിയാതെ നമ്മുടെ വ്ളോഗ് ഇവിടെ നിന്ന് തന്നെ എനിക്ക് സൈൻ ഓഫ് ചെയ്യാനായിട്ട് തോന്നുന്നു. കാരണം ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. അവിടെ ഒരു മലയുണ്ട് കേട്ടോ, ഏതാണെന്നൊന്നും അറിയത്തില്ല, ചെറിയൊരു ഹില്ല് പോലെ. ഓക്കെ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. പിന്നെ നമ്മുടെ ഓൾ ഇന്ത്യ വീഡിയോ ഉടനെ വരാനായിട്ടിരിക്കുകയാണ്. ഓൾ ഇന്ത്യ വീഡിയോയ്ക്ക് മുമ്പ് നമ്മുടെ ഒരു വീഡിയോ കൂടി, ഒരു സീരീസും കൂടി വരുന്നുണ്ട്, നമ്മളെ മുംബൈ സീരീസ്. അതെല്ലാവരും വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. മേഘത്തെല്ലാം